അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുഷ്കിന് മുൻപിൽ പതറാത്ത ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമേ ലോകത്തുള്ളൂ. അതിലൊന്നു തന്നെയാണ് ഇന്ത്യ. ട്രംപിന്റെ യാതൊരുവിധ കണ്ണുരുട്ടലും ഇന്ത്യക്ക് മുൻപിൽ ഏശില്ല. പല രീതിയിലും ഇന്ത്യയെ ദ്രോഹിക്കാൻ ട്രംപും കൂട്ടരും നോക്കിയിട്ടുണ്ട്. ട്രംപ് ഇറക്കുമതി തീരുവ കൂട്ടിയപ്പോൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വൻതോതിൽ വർദ്ധിപ്പിച്ച് അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതി കുറച്ചുകൊണ്ട് ഇന്ത്യ അമേരിക്കയോട് പ്രതികാരം ചെയ്തിട്ടുണ്ട്. മെയ് മാസത്തിലെ കണക്കുകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത് എണ്ണ ഇറക്കുമതിക്ക് ഇന്ത്യ വൈവിധ്യവൽക്കരണം നടപ്പാക്കി എന്നത് തന്നെയാണ്. യുക്രൈനുമായുള്ള യുദ്ധത്തിൽ സമവായത്തിന്റെ പാത സ്വീകരിക്കണമെന്നും വെടിനിർത്തൽ കരാർ ഒപ്പുവെച്ചിട്ടില്ലെങ്കിൽ ഉപരോധം ശക്തിപ്പെടുത്തുമെന്നുമാണ് ട്രംപ് റഷ്യയോട് വ്യക്തമാക്കിയത്. യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയോടും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് ട്രംപ്. ഇത്തരം ഭീഷണികൾ തുടരുന്നതിനിടെയാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും വൻതോതിൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. ഈ മാസം ഇന്ത്യ ഇറക്കുമതി ചെയ്ത ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 40% റഷ്യയിൽ നിന്നുമാണ്. ഓരോ ദിവസവും 1.95 ദശലക്ഷം ബാരൽ എണ്ണ റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങുകയുണ്ടായി. ഏപ്രിൽ 1.93 ദശലക്ഷം എണ്ണയായിരുന്നു വാങ്ങിച്ചിരുന്നത്. എവിടെയാണോ കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുന്നത് അവിടെ നിന്ന് കൂടുതൽ വാങ്ങുക എന്ന നയമാണ് കുറച്ചു കാലമായി ഇന്ത്യ സ്വീകരിക്കുന്നത്. റഷ്യയെ കൂടാതെ ഇറാഖ്, സൗദി അറേബ്യ, UAE, അമേരിക്ക, നൈജീരിയ, അങ്കോള, കുവൈത്ത് എന്നീ രാജ്യങ്ങളിൽ നിന്നെല്ലാം മെയ് മാസത്തിൽ ഇന്ത്യ എണ്ണ വാങ്ങിയെന്ന് കെപ്ലർ രേഖകൾ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആവശ്യമുള്ളതിൻ്റെ 90% ഇന്ത്യ ഇറക്കുമതി ചെയ്യുകയാണ്. വില കുറച്ച് നൽകുന്നത് കൊണ്ടാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കുന്നത് തന്നെ. സമാധാന കരാറിൽ എത്താത്തതിനാൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ചുമത്തുമെന്ന് ദിവസങ്ങൾക്ക് മുൻപ് ട്രംപ് പറഞ്ഞിരുന്നു. അതായത് റഷ്യയുടെ എണ്ണ കയറ്റുമതി കൂടുതൽ പ്രതിസന്ധിയിലാകാൻ സാധ്യതയുണ്ടെന്ന്. എന്നിട്ടും ഇന്ത്യ ഇറക്കുമതിയിൽ കുറവ് വരുത്തിയിട്ടില്ല. നേരത്തെ റഷ്യയുടെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കെതിരെയും അമേരിക്ക നടപടിയെടുത്തിരുന്നു. ഇന്ത്യയിൽ പല എണ്ണ ശുദ്ധീകരണശാലകളിലും അറ്റകുറ്റപ്പണികൾ നടക്കുകയാണ്. എന്നിട്ടും എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യ കുറവ് വരുത്തിയിട്ടില്ല എന്ന് മെയ് മാസത്തിലെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. മെയ് മാസത്തിൽ ഓരോ ദിവസവും ഇന്ത്യ വാങ്ങിയത് 4.97 ദശലക്ഷം ബാരലാണ്. ഏപ്രിൽ അത് 4.85 ദശലക്ഷം ബാരലായിരുന്നു. ജാംനഗർ ശുദ്ധീകരണശാലയിലെ പണികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതോടെയാണ് കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് പോലും. ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുന്ന രണ്ടാമത്തെ രാജ്യം ഇറാഖാണ്. മെയ് മാസത്തിൽ ഇറാഖിൽ നിന്ന് ഓരോ ദിവസവും 10.9 ലക്ഷം ബാരൽ എണ്ണയാണ് വാങ്ങിച്ചത്. ഏപ്രിൽ ഇത് 8.35 ലക്ഷം ബാരലായിരുന്നു. സൗദിയിൽ നിന്ന് ഈ മാസം 5.68 ലക്ഷം ബാരൽ വാങ്ങിക്കുകയുണ്ടായി. ഏപ്രിൽ 5.39 ലക്ഷം ബാരലായിരുന്നു. UAEയിൽ നിന്ന് ഈ മാസം വാങ്ങിയത് 4.95 ലക്ഷം ബാരലാണ്. ഏപ്രിൽ 2.68 ലക്ഷമായിരുന്നു. UAEയിൽ നിന്ന് വാങ്ങിക്കുന്ന എണ്ണ വൻതോതിൽ കൂട്ടിയിട്ടുണ്ട് എന്ന് ഇതിൽ നിന്നും വ്യക്തമാണ്. ഈ മാസം അമേരിക്കയിൽ നിന്ന് 2.28 ലക്ഷം ബാരൽ എണ്ണയാണ് ഓരോ ദിവസവും വാങ്ങിയത്. കഴിഞ്ഞ മാസം 3.37 ലക്ഷം ബാരലായിരുന്നു. അമേരിക്കയിൽ നിന്ന് വാങ്ങുന്ന എണ്ണയുടെ അളവ് മെയ് മാസത്തിൽ കുറച്ചിരിക്കുകയാണ്. റഷ്യയിൽ നിന്നും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്ന എണ്ണയുടെ അളവ് ഉയർത്തുന്നതിനോടൊപ്പം തന്നെ മറ്റു രാജ്യങ്ങളെയും ഇന്ത്യ എണ്ണയ്ക്ക് വേണ്ടി ആശ്രയിക്കുന്നു എന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്.